നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണുള്ള അവരുടെ മനസ്സിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത് എന്നാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. പേജ് ഓഫ് സോഡ്സ് ആണ്, ഏസ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ചാരിയറ്റ്, ത്രീ ഓഫ് കപ്സ്, the Empress, Knight of Swords, the Moon, Eight of Swords, the Fool card, King of Pentacles, Three of Pentacles, the Hierophant, the Devil. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. അതായത് അവർ ഒരു ഫ്രണ്ട്സ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ ഇവർ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ നിന്നാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡബിൾ കാർഡ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ബോണ്ടിങ് മാത്രമല്ല, ഇവർ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നും വന്നു എന്ന് മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇവരോട് മാനസികമായിട്ട് ഒരുപാട് അടുപ്പം തോന്നുകയും ഒരു ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ഇവരെ വശീകരിക്കുന്ന രീതിയിലാണ് ഈ റിലേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ ഒരു റിലേഷൻഷിപ്പിലോട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്ത ഒരുപാട് ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു എനർജി കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ത്രീ ഓഫ് പെന്റിക്കിൾസും. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലോട്ട് വന്നൊരു പേഴ്സൺ ആയിട്ടാണ് ഈ തേർഡ് പാർട്ടിയെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ഷനിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്തിട്ടാണ്, അതായത് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഈ റിലേഷൻഷിപ്പ് ഒരു മാരേജ് സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ സത്യസന്ധമായിട്ട് നിൽക്കണം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എൻട്രിങ്ങോടെ അല്ലെങ്കിൽ അവർ വന്നതിന് ശേഷം ഈ ഒരു സ്റ്റെക്ക് സിറ്റുവേഷനിലാണ് അവർക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചില സമയത്ത് അവർ ആക്റ്റീവ് ആവുന്നുണ്ട്, അതായത്
ഈ ഒരു പേജ് ഓഫ് സോഴ്സ് എനർജി ചില സമയത്ത് അവർ ആക്റ്റീവ് ആവുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് അവർ കെട്ടിയിട്ട പോലെ വീണ്ടും പിറകോട്ട് മാറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഈ ഒരു പേഴ്സൺ അവരെ അത്രയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത്രയും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഇവരിലേക്ക് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും മനസ്സൊരു സ്റ്റെക്കായ പോലെ, അല്ലെങ്കിൽ ഒരു ടൈമിൽ അവർ ഒരു ആക്ഷൻ എടുക്കും, പിന്നീട് അവർ അതിൽ നിന്നൊന്ന് പിറകോട്ട് മാറും. അങ്ങനെയാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് സത്യത്തിൽ എന്താണ്, ഇവർ ഒരു ട്രാപ്പിലാണ് പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ദ മൂൺ കാർഡ് കാണിക്കുന്നത് ഒരു മാനസികമായിട്ടുള്ള വിഷമം അവരുടെ മനസ്സിൽ അത്രയും ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളോട് അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും, പുറത്ത് അവരത് കാണിക്കുന്നില്ലെങ്കിലും, അവരുടെ മനസ്സിൽ ഒരു ഇമോഷണലി ഡൗൺ ആണ്, അത്രയും പെയിൻഫുൾ ആയിട്ടാണ് ഇവരുമായിട്ടുള്ള റിലേഷനിൽ അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് അവർ വിചാരിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു എംബ്രസ് എനർജിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ എനർജി ഇവർക്ക് കൊടുക്കാതെ നിങ്ങളുടെ എനർജി ലെവൽ ഇപ്പോൾ ഹയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി കിട്ടാണ്ടാവുകയും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം ഇഷ്യൂസും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും അതെല്ലാം എൻഡ് ചെയ്തൊരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ വേണം എന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവരൊരു ആക്ഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഈ റിലേഷന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കി അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയിലോട്ടാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. ഓക്കെ, അവർക്കിപ്പോൾ ഈ റിലേഷനാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് ഇവർ വരുന്ന സമയത്ത് ഇവർ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയിലായിരുന്നു. അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അവരെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ, ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ലേഡി അല്ലെങ്കിൽ ഒരു മാൻ അവരെ കെട്ടിയിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്കൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. ഓക്കെ, അവർ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മാനസികാവസ്ഥയെ നിങ്ങളിൽ നിന്നും വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി. അതുപോലെ ബ്ലാക്ക് മാജിക് എനർജി യൂസ് ചെയ്തിട്ട്, ഇവിടെ ഡെവിൾ കാർഡ് അതാണ് മെയിനായിട്ടും കാണിക്കുന്നത്, ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ഇവരെ ഒരുപാട് നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്ന സിറ്റുവേഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവർ ചില സമയത്ത് നിങ്ങളിലേക്ക് വരും, ചില സമയത്ത് ഈ റിലേഷനിൽ നിന്നും പിന്മാറി നിൽക്കും നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങൾ സൃഷ്ടിച്ചെടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു പെയിൻ നിങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സെൽഫ് ഗ്രോത്തിലോട്ട് നിങ്ങൾ വന്നു. നിങ്ങളിപ്പോൾ ഈ പേഴ്സൺ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണ് ഇപ്പോൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ മാറി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എനർജി ലെവൽ ഇപ്പോൾ ഹയറായി, നിങ്ങളുടെ ഇമോഷൻസ് ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ള സ്ട്രോങ് ഡിസിഷനിലാണ്. അവർ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഉണ്ടാവുന്ന ഇഷ്യൂസ് എല്ലാം തരണം ചെയ്ത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു ടെൻഡൻസിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ബെസ്റ്റ് സെൽഫ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിനകത്തുള്ള, അതായത് എന്തായിരുന്നു അവർ ആദ്യം, ഓക്കെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്ന, അവരുടേതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളിലോട്ട് കൂടുതൽ കണക്ഷനും കൂടുതൽ ബോണ്ടിങ് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരായിട്ടല്ല നിൽക്കുന്നത്. ഓക്കെ, മറ്റൊരു മുഖംമൂടിയാണ്, അല്ലെങ്കിൽ അവർ യഥാർത്ഥമായിട്ട് അവരായിട്ടല്ല അവർക്ക് നിൽക്കുന്നത്. അവർ നിങ്ങളുടെ അടുത്താണ്. എന്താണോ അവർ എന്നുള്ളത് ശരിക്കും അറിയാവുന്നത് നിങ്ങൾക്കാണ്. അവർ നിങ്ങളുടെ അടുത്താണ്, അവരുടെ റിയൽ ആയിട്ടുള്ള ഫേസ് നിങ്ങളുടെ അടുത്താണ് അവർ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. അവർ ഇതൊരു വിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോവേണ്ടി വന്നത് അവരുടെ ഒരു വിധിയാണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. യു ആർ മൈൻ എന്നാണ്, നിങ്ങൾ അവരുടെ ആണ് എന്നുള്ളത് അവർ വീണ്ടും സ്ട്രോങ് ആയിട്ട് പറയാണ്. കാരണം അവർ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ആണ് എന്നുള്ളത് അവരൊന്നുകൂടി സ്ട്രോങ് ആയിട്ട് പറയുവാണ്. അവർ ലവ് ഈസ് റിയൽ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആണ്, യഥാർത്ഥമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എവിടെ പോയാലും അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അവർ ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ വരുമ്പോഴാണ് അവരുടെ മനസ്സിലൊരു സമാധാനം, ഒരു പീസ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇല്യൂഷൻ എന്നാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അവരിപ്പോൾ അവരായിട്ടല്ല അവിടെ നിൽക്കുന്നത്, അവർ മറ്റൊരു പേഴ്സൻ്റെ ഒരു മുഖംമൂടി അണിഞ്ഞാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ളൊരു സമയമാണ് വരുന്നത്. മുന്നോട്ട് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. വിത്തിൻ ദ ഫ്യൂ വീക്സ് എന്നാണ്. അടുത്ത് നെക്സ്റ്റ് ഫ്യൂ വീക്സ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനിലോട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതിൻ്റെ സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടായിരിക്കാം കേട്ടോ. ബട്ടർഫ്ലൈസ്, ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ. നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ റിലേഷൻ എൻഡ് ആക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അതായത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എനർജിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റൈറ്റ് ടൈം അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ ഇ, ഏപ്രിൽ, ഉത്രം, ചതയം, ലെറ്റർ പി, ലെറ്റർ എൻ, ലെറ്റർ എം, ലെറ്റർ ആർ, മാർച്ച് 1985, മെയ്, ചിത്തിര, ലെറ്റർ ഡി, ലെറ്റർ യു, അനീഴം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.